ഹേ എവ്രി വൺ, ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഒരു പ്രൊഫഷണൽ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ആദ്യമേ പറയാം. ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. സൺഡേ സ്പെഷ്യലാണ്. കുറച്ച് നെയ്ച്ചോറും എന്നൊന്നും പറയാൻ പറ്റില്ല, പുലാവിന്റെ റൈസാണ്. നമ്മൾ എന്താണോ കിട്ടുന്നത് അത് വെച്ച് സന്തുഷ്ടരായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, പട്ട, ഗ്രാമ്പു, നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം അറിയാലോ നിങ്ങൾക്ക്, 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നെ ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി അത് മൂടി വെച്ച് വേവേണ്ട ആവശ്യമുള്ളൂ. പണി കഴിഞ്ഞു. ഉപ്പിടാൻ മറക്കണ്ട. അതിലൊരു തിരുത്തുണ്ട് കേട്ടോ, വെളിച്ചെണ്ണയല്ല, നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് മൂപ്പിക്കുന്നത്. പട്ടയും ഗ്രാമ്പും ഒക്കെ എന്തൊക്കെയാ പറയണമെന്ന് എനിക്ക് തന്നെ വല്ല ബോധം ഉണ്ടാവോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി, ഇന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ഈ ചിക്കന്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമുമാണ് ചിക്കന്റെ കഴുക്കും പരിപാടിയൊക്കെ. തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ പച്ച സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലല്ലേ. ഞാൻ ആകെ ചിക്കനേ കഴിക്കുള്ളൂ കേട്ടോ, വേറെ ഉള്ള മീറ്റൊന്നും ഞാൻ കഴിക്കില്ല. അപ്പം ബീഫ് ആവട്ടെ, മട്ടൺ ആവട്ടെ, പോക്ക് ആവട്ടെ, ഒന്നും കഴിക്കില്ല. ഞാൻ ആകെ ചിക്കനും പിന്നെ മീനൊക്കെ കഴിക്കും. എനിക്കിതിന്റെ സ്മെല്ല് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, കിഴക്ക് സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ളി പൊളിക്കൽ യജ്ഞത്തിലാണ്. വെളുത്തുള്ളിയെ എന്താ പറയാ, സൂക്ഷ്മദർശിനിയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ പൊളിക്കണത് കുഞ്ഞു. ആള് ഭയങ്കര സൂക്ഷ്മമായിട്ട് കഥയൊക്കെ പറഞ്ഞിട്ടാണ് പൊളിക്കണത്. അങ്ങനെ വെളുത്തുള്ളി കുറച്ച് അധികം വേണമല്ലോ. ഞാൻ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. വാങ്ങിച്ച സമയത്ത് ആളുടെ അടുത്ത് നന്നായിട്ട് അങ്ങോട്ട് സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ട് തരാൻ പറഞ്ഞു. ബാക്കിയുള്ള എല്ലൊക്കെ അങ്ങോട്ട് തന്നിട്ട് ഞങ്ങൾ കറി വെച്ചോളാന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ പുലാവ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുലാവ് റെഡി ആയതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം മുറിച്ചിടുന്നു. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെ എല്ലാം ഇടുക. പിന്നെ ചിക്കൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഈ നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കും. എന്നിട്ടാണ് എന്റെ ബാക്കി പരിപാടി. ഇത് നമ്മുടെ ഗ്രില്ലിനുള്ള പരിപാടിയാണ് കേട്ടോ. വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, അങ്ങനത്തെ എല്ലാം പൊടിച്ചിട്ട് ഞാനിത് ഒരുമിച്ച് മിക്സ് ചെയ്യും. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം. പിന്നെ ഒരു തക്കാളി എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു തക്കാളി ഉണ്ട്. സാധാരണ ഇതൊക്കെ നമ്മൾ ചിക്കനിലേക്ക് ഇടുന്നതല്ലേ. ഇനി ഒരു തക്കാളിയും കുറച്ച് തൈരും, ഇതാണ് ഒരു എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഞാൻ ഗ്രില്ലിന്റെ ഇതിലേക്ക് ഇതൊക്കെ ഓക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു എന്താണെങ്കിൽ ഇപ്രാവശ്യം കഴിച്ചപ്പം. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്നിപ്പോൾ ഉച്ചത്തേക്ക് ഒരു പീസ് എടുത്ത് 1-2 പീസ് എടുത്ത് പൊരിച്ചു. ബാക്കി 2 വലിയ പീസ് വന്നിട്ട് മാറ്റി വെച്ചിട്ട് രാത്രിയിലേക്ക് ചെയ്യണം. ചിക്കൻ വന്നിട്ട് ഈ ഇങ്ങനെ സ്ലൈസ് ആക്കി തന്നത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ച് പരത്തി അങ്ങ് കൊടുത്തു, ജ്യൂസ് ആക്കി കൊടുത്തു. ഇനി അതിലേക്ക് എവിടെയും പിടിക്കാതിരിക്കില്ല. അങ്ങനെ നമ്മുടെ ഈ അമ്മിയില്ലേ, കുത്തണ അമ്മി, അത് വെച്ചിട്ടാണ് കുത്തി കൊടുത്തിരിക്കുന്നത്. കുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഒന്ന് വല്ലാതെ ടൈറ്റായിട്ടും വല്ലാതെ സോഫ്റ്റ് ആയിട്ടും ചെയ്യേണ്ട. പിന്നെ നന്നായിട്ട് വരിഞ്ഞു കൊടുത്തു, 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ വരിഞ്ഞു കൊടുത്തിട്ട് ഈ മസാല മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റാണോ ചോദിച്ചാൽ പേസ്റ്റാണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ല, ആ രീതിയിൽ അരിച്ചെടുക്കുക. അങ്ങനെ ഭയങ്കര നൈസ് ആവണ്ട, ഭയങ്കര പേസ്റ്റും ആവണ്ട, ആ രീതിയിൽ. നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ച്, ഇത് നമ്മുടെ ചിക്കൻ പാത്രമാണ് കേട്ടോ. എനിക്ക് പൊതുവേ വേറെയുള്ള പാത്രത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാനും അതൊക്കെ എന്തൊക്കെയോ എല്ലാത്തിലും ഒരു മണക്കണമാരിയാണ്. പണ്ടൊക്കെ ബീഫൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പുറത്ത് വെച്ചിട്ട് കഴുകണം, പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം, അതൊക്കെ എടുക്കാൻ പറ്റില്ല പാത്രം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെയാണ് കേട്ടോ ഞാനിപ്പം ചിക്കൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഇതിലേക്ക് 2-3 തുള്ളി നമ്മുടെ സോയാ സോസ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ രസത്തിന്. ഇതിൻ്റെ ഒരു റെസിപ്പിയൊന്നും ഞാൻ ചെയ്തു എന്നല്ലോ കേട്ടോ. സക്സസ് ആയി. പിന്നെ എനിക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു വട്ടം ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ പറ്റേയില്ല. എന്തൊക്കെയാണ് ഇടുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയുള്ളൂ. അപ്പം കൈ കിട്ടുന്നതൊക്കെ വാരി വലിച്ചിടും. അതെല്ലാവർക്കും ഉണ്ടോ? ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും അല്ലേ. അത് ഭയങ്കര സ്കിൽഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ നമ്മുടെ കറി അടുപ്പത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കറിയിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. കറിയിലേക്ക് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് അനിയൻ, ടൊമാറ്റോ, അതുപോലെ തന്നെ ക്യാപ്സിക്കം എനിക്ക് പച്ചയ്ക്ക് വലിയ കഷ്ണങ്ങൾ കടിച്ച് മുറിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് കുഞ്ഞ് സ്ലൈസ് ആയിട്ട്, ഇവർക്കും അങ്ങനെയാണ്, വലിയ ഇഷ്ടമില്ല കുട്ടികൾക്കും. അപ്പം ചെറിയ സ്ലൈസ് ആയിട്ടാണ് അനിയൻ ആ ഒരു സ്ക്വയർ ടൈപ്പിലാണ് അരിഞ്ഞെടുക്കുന്നത്, കുറച്ച് വലിയതായിട്ട് കിടക്കുന്ന രീതിയിൽ. ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്തിട്ട് നേരിട്ട് കറിയിലേക്ക് ഇടുക ചെയ്യുന്നത്. കറി ഇപ്പം കുക്കറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 വിസിൽ വന്നു, മസാലയും കാര്യങ്ങളും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വന്നിട്ട് ആ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു കാര്യങ്ങളൊക്കെ ഇട്ട് കറി അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് അതിൻ്റെ മേലേക്ക്. ഇതിങ്ങനെ ഭയങ്കര വെന്ത് ഒടഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം അങ്ങോട്ട് വഴറ്റിയത് കറിയിലേക്ക് ഇടും, മൂടി വെക്കും, അടയ്ക്കും, എടുക്കും. അത്രയേ ഉള്ളൂ കറി. ഒരു ഇൻഡോ വെസ്റ്റേൺ തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയാം. വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും കാര്യങ്ങളും, അയ്യോ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ഒഴിക്കണം കേട്ടോ. അപ്പം കുറച്ചൊരു ഞാൻ പറഞ്ഞ ഇൻഡോ വെസ്റ്റേൺ കറിയൊക്കെ ആയി മാറും. ഓക്കെ, അങ്ങനെ കറിയും കഴിഞ്ഞു.
ഇതെല്ലാം എനിക്കെന്ന് വെച്ചാൽ ഗ്യാസ് ഓൺ ചെയ്താൽ പിന്നെ ഓഫാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടപ്പേന്ന് ഒന്നെടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്യാസ് ഒരു 2 മാസം 2.5 മാസമൊക്കെ കിട്ടും. അതെനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ അടുത്ത് പഠിച്ചാണ് കേട്ടോ ഞാൻ ആ ഐഡിയ. കാരണം നമ്മളൊരു കാര്യം കഴിഞ്ഞ് പിന്നെ ഓഫാക്കി, പിന്നെ ഓണാക്കുന്നു, പിന്നെ ഓഫാക്കി, പിന്നെ ഓണാക്കി, അപ്പോൾ കുറേ ഗ്യാസ് നഷ്ടമാവുക ചെയ്യാം. അങ്ങനെ ചിക്കൻ കിടന്ന് തള കണ്ടോ, അതിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പച്ചക്കറികൾ ഇടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ സംഭവം എല്ലാം അതിനകത്തുണ്ട് കേട്ടോ. ടൊമാറ്റോ, ഓണിയൻ ആൻഡ് ക്യാപ്സിക്കം. ഇനി നമ്മൾ ഇതങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് മൂടി വെക്കുക, കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഓൾറെഡി ചിക്കൻ നല്ല വെന്തതാണ് കേട്ടോ, കുക്കറിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നിങ്ങൾക്ക് കൈ കിട്ടുന്ന സോസുകളൊക്കെ അങ്ങോട്ട് ഒഴിക്കുക. ഒക്കെ ഒഴിക്കുമ്പോഴും ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് വേണ്ടത് പിന്നെയും ഒഴിച്ചു കൊടുക്കാം. കുറേ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് അതിന് വേർത്ത് വെച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗ്രില്ലിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കൂടെ അപ്പുറത്തെ ഗ്യാസിൽ ഗ്രില്ല് മാറ്റി. ഗ്രില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പേര് ഗ്രില്ലാന്നേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. പക്ഷെ ആ ഒരു സ്മോക്കി സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടോളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. കരിക്കട്ട എടുക്കുക. കരിക്കട്ട കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ കിട്ടാനായിട്ട്. പക്ഷെ എനിക്ക് പല്ല് തേക്കുന്ന ഒരു ശീലമുണ്ട് കരിക്കട്ട കൊണ്ട്. അതുകൊണ്ട് ഞാനൊരു കുപ്പിയിലാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ അത് ഒന്ന് കത്തിച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങോട്ടു. അങ്ങനെ എല്ലാം സെറ്റ് റെഡി. നമ്മൾ ആ നെയ്ച്ചോറോ പുലാവോ എന്ത് വേണേലും വിളിക്കാം, ഗ്രില്ലെന്നോ പൊരിച്ച ചിക്കനോ എന്ത് വേണേലും വിളിക്കാം. പിന്നെ ഒരു ചിക്കൻ കറി, ഇൻഡോ വെസ്റ്റേൺ ചിക്കൻ കറി, അതും ഒഴിച്ച് അടിപൊളിയായിട്ട് സൺഡേ അങ്ങ് പോയിട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. ബൈ.